12 വർഷം മുമ്പ് അങ്കമാലിയിൽ ഒരു സ്ഥാപനം തുടങ്ങി. 12 വർഷം കൊണ്ട് വളരെ വിജയകരമായി മുമ്പോട്ട് പോവുകയും അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇപ്പോൾ എടപ്പള്ളിയിലും തുടങ്ങിയിട്ടുണ്ട്, പൂനോളിൽ ഡിസൈൻസ്. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? സ്റ്റാർട്ടിങ്ങിൽ ഇതൊരു പുതിയ ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്കമാലി പോലുള്ള ഒരു സ്ഥലത്ത് അതിനെ മാർക്കറ്റ് പിടിച്ചെടുക്കുക കുറച്ച് ടഫായിരുന്നു. ഞാനൊരു ഓണം സമയത്താണ് തുടങ്ങിയത്. റോസ് ഡൊമിനിക് പേര് തന്നെ അങ്ങ് ബ്രാൻഡ് ആക്കി കളഞ്ഞു. എന്ത് ചെയ്യാനാ? ഷാരൂഖ് ഖാന്റെ വൈഫിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ? ഞാനൊരു സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ടീമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മുംബൈയിൽ ആമി പട്ടേലിന്റെ അടിയിൽ. അവിടെയുള്ള ആ സെയിം സാധനം ഇവിടെ നേരെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രെൻഡും ഡിസൈൻസും ഒക്കെ ഓരോ ഡിസൈനേഴ്സിന്റെ മാറ്റങ്ങളുടെ ഒപ്പം എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? ഇപ്പൊ ഇവരൊക്കെ യങ്സ്റ്റേഴ്സ് വന്നപ്പോഴേക്കും എല്ലാവിധ ട്രെൻഡുകളും ഇവർ അറിഞ്ഞിട്ടാണ്, ഇവർ അത് ടെക്നിക്കലി പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മെറ്റീരിയൽസ് ഒക്കെ വേറെ ആർക്കും കിട്ടാതെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് എടുത്തോണ്ട് തന്നെ? ആ രഹസ്യം പുറത്താകട്ടെ. അങ്ങനെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വിടാവോ? അതാണ്. ഓക്കെ, നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. ഞാൻ ഇടയ്ക്ക് കുറേ ബിസിനസ് ഇൻ്റർവ്യൂസൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ ഓരോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഒരുപാട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ നിൽക്കുന്നവർക്ക് ഒരു എനർജി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോന്ന് തുടങ്ങുന്നത്. ഏറ്റവും കൂടുതൽ ഒരു സംരംഭം തുടങ്ങാൻ പേടിച്ച് നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളൊക്കെ തന്നെയാണ്. പല കാര്യങ്ങളിൽ പല രീതിയിൽ പേടിയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. വേറെ ആരുമല്ല, 12 വർഷം മുമ്പ് അങ്കമാലിയിൽ ഒരു സ്ഥാപനം തുടങ്ങി. 12 വർഷം കൊണ്ട് വളരെ വിജയകരമായി മുമ്പോട്ട് പോവുകയും അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇപ്പോൾ എടപ്പള്ളിയിലും തുടങ്ങിയിട്ടുണ്ട്, പൂനോളിൽ ഡിസൈൻസ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് അതിൻ്റെ അമരക്കാരാണ് നമ്മുടെ സ്വന്തം മിനി മാം. നമസ്കാരം. നമസ്കാരം. റോസ് ഡൊമിനിക്, വെൽക്കം ടു അവർ ഷോ. എന്തായാലും വളരെ വളരെ സന്തോഷം. എനിക്ക് നമ്മുടെ എടപ്പള്ളിയിലെ അതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ പോകുമ്പോഴും ഇങ്ങനെ നോക്കും. എനിക്ക് പേരായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്കിപ്പോൾ ഏകദേശം എല്ലാ തീരുമാനമായി. എന്തായാലും മാം, 12 വർഷം മുമ്പല്ലേ നമ്മൾ അങ്കമാലിയിൽ സ്റ്റാർട്ട് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റൈൽസുകളെല്ലാം അങ്കമാലിയിലെല്ലാം ഇങ്ങനെ തലപൊക്കി വരുന്നൊരു കാലഘട്ടമാണ് അതെല്ലാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിസ്ക് തന്നെ എടുത്തേക്കുന്നത്. നമ്മളൊരു സ്ഥാപനം തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആരാണ് ധൈര്യം തന്നത്? ഫാമിലി തന്നെയാണ് എനിക്ക് ധൈര്യമായിരുന്നത്. ഞാനിങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഹസ്ബൻഡാണ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത്. നമ്മൾ ആദ്യം തന്നെ ആ സ്ഥലം വന്ന് കണ്ടപ്പോൾ കറക്റ്റ് ഞങ്ങൾക്ക് അവിടെ അലോ ചെയ്തിരുന്ന സ്ഥലം, നമുക്ക് കിട്ടിയ സ്ഥലം 2800 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും മാക്സിമം നന്നായിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്തു. അതോടൊപ്പം ഏറ്റവും നല്ല പുതിയ കളക്ഷൻസ് പോയി പിക്ക് ചെയ്തെടുത്ത യുണീക്കായിട്ടുള്ള കളക്ഷൻസ് അന്നേ കയറ്റി. അന്ന് നമ്മൾ പോയി പിക്ക് നേരിട്ട് പോയി എടുത്തു. അപ്പം നോർത്തിലോട്ടൊക്കെ ഇങ്ങനെ പോയി ആദ്യമായിട്ടാണ് നമ്മൾ UP ഒക്കെ നോർത്തിലോട്ട് പോയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ചെന്നിടം എല്ലാം നമുക്ക് അങ്ങനെ വഴി തുറന്ന് കിട്ടിയെന്ന് പറയാം. ഓരോ മേഖലകളിലും നല്ല നല്ല കളക്ഷൻസ് കിട്ടി. അത് അങ്കമാലിനെ സംബന്ധിച്ചിട്ടൊരു വലിയ മാറ്റം തന്നെയായിരുന്നു. ആദ്യമായിട്ട് റണ്ണിങ് മെറ്റീരിയൽസ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവരുടെ കടയിൽ കുറേ തുണികൾ ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യും എന്നാണ് ആദ്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വന്നവർ ചോദിച്ചത്. അപ്പോഴേക്കും നമ്മളുടെ ഡിസൈനേഴ്സ് ഇറങ്ങി വന്നു. പിന്നെ സെയിൽസ് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും അതിൻ്റെ കറക്റ്റ് ഒരു അറിവ് പകർന്നു കൊടുത്തപ്പോൾ അവർക്കത് വളരെ നന്നായിട്ട് നമുക്ക് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഓക്കെ, എന്തായാലും ആ ഒരു ടൈമിലെ കാര്യങ്ങൾ മാഡത്തിനോട് തന്നെ ഒന്നുകൊണ്ട് ചോദിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങി കഴിയുമ്പോൾ ഒന്ന് റൺ ചെയ്ത് കിട്ടാൻ വേണ്ടി നമുക്കൊരു ഒരു 5-6 മാസം ആകുമ്പോഴത്തേക്കാണ് നമ്മളൊന്ന് സെറ്റ് ആവുന്നത്. അതിനിടയിൽ ഒരു ഗ്രാഫ് പോലെയാണ് ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും. നമ്മൾ വിശ്വസിച്ചൊരു സ്ഥാപനം തുടങ്ങുന്നു, മുമ്പോട്ട് പോകുന്നു, ഇനി തിരിച്ചിട്ട് പോക്കില്ല, ഇതിൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? സ്റ്റാർട്ടിങ്ങിൽ ഇതൊരു പുതിയ ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്കമാലി പോലുള്ള ഒരു സ്ഥലത്ത് അതിനെ മാർക്കറ്റ് പിടിച്ചെടുക്കുക കുറച്ച് ടഫായിരുന്നു. ഞാനൊരു ഓണം സമയത്താണ് തുടങ്ങിയത്. അപ്പം ഓണത്തിന് ഓണക്കോടി എടുക്കാൻ വരുന്നവരിലേക്ക് എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് കുറവായിരുന്നു. നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ആയിരുന്നു, അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ സാരീസ് ആണ് പിന്നെ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു റെഡിമെയ്ഡ് ഇല്ലാതെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ആയിട്ട് അങ്കമാലിൽ തുടങ്ങിയ ആദ്യത്തെ ഷോപ്പാണ് നമ്മുടെയാണ്. അടിപൊളി. എല്ലാം ബിസിനസ് പഠിച്ചിട്ടാണ് തുടങ്ങിയത് ഓണത്തിന്. അതുപോലെ ഇത് അവിടെ ഇല്ലാത്തൊരു സംഭവമൊക്കെ മുമ്പ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മുമ്പ് വേറെ സ്ഥാപനത്തിൽ ഇതിനെ കുറിച്ചിട്ട് കുറെ സ്റ്റഡി ചെയ്താണ് നമ്മളിങ്ങനെ ഓരോ നിമിഷത്തിലും ഓരോന്ന് വാച്ച് ചെയ്തിട്ട് ഇതുപോലെ വിജയിച്ച് കാണുന്ന ഓരോ സ്റ്റോറിലും നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യായിരുന്നു. നമ്മുടെ ചില ഈ ബിസിനസ് ചെയ്ത് വിജയിച്ചവർ പറയും,
എന്താണ് ഒരു ബിസിനസ്സിന്റെ തുടങ്ങാൻ വേണ്ട കയ്യിൽ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് വയ്ക്കുമ്പോൾ പറയും സ്റ്റാഫ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിച്ചെന്ന് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കാനില്ലെന്ന് പറയും. അങ്ങനെയായിരുന്നോ തുടക്കത്തിൽ? അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്ത് 4 പേരുണ്ടായിരുന്നു ഞങ്ങള്. അപ്പം ഈ 4 പേരുള്ളപ്പോൾ പിന്നെ പുറത്തുനിന്ന് സ്റ്റാഫ്, ഒരു ചെറിയ ബുട്ടിക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡിസൈനിങ് ഉണ്ടായിരുന്നു, ഡിസൈനർ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ 4 പേരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ സ്റ്റിച്ചിങ്ങിൽ ചെന്നിട്ട് എല്ലാം ചെയ്യുമായിരുന്നു, മെഷർമെന്റ് എടുക്കുമായിരുന്നു, അപ്പോൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ ആ ഒരു ബേസിൽ നിന്ന് നമുക്ക് അങ്ങനെ ഏറ്റവും താഴേന്ന് തുടങ്ങാൻ ആയത്. ഇപ്പം ഇന്നിപ്പോ ഒരു സ്റ്റാഫ് ഇല്ലെങ്കിലും നമുക്ക് കയറി എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിലോട്ട് ധൈര്യമായിട്ട് ഇറങ്ങാൻ കഴിയും. എന്തായാലും ഒരു ഓണം നാളിലാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. അന്ന് 2500 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ തുടങ്ങി 12 വർഷം മുമ്പ്. ഇന്ന് എത്ര സ്ക്വയർ ഫീറ്റിലാണ് എത്തി നിൽക്കുന്നത്? ഇന്ന് അങ്കമാലിയിൽ ഒരു 20,000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്തുണ്ട്. അടക്കം ഓഫീസ് അടക്കം ഗോഡൌൺ സ്പേസ് അടക്കം എല്ലാം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയാണ്. ഓക്കെ, അത്രയും നമ്മൾ വലുതായിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ വിശ്വസ്തതയും നമ്മളോട് അത്രയും കൂടിയതാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും. ഏതായാലും അടിപൊളി. 12 വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മുടെ എടപ്പള്ളിയിൽ വന്നിരിക്കുകയാണ്. അതെ, അപ്പോഴത്തേക്കും പുതിയ പുതിയ ആൾക്കാരൊക്കെ കൂടെ കൂടിയിട്ടുണ്ട്. മക്കള് 3 പേരും കട്ടക്ക് 3 പേരാണ്. കട്ടക്ക് ഫാമിലി കൂടെ ഉണ്ട്. അതാണ് നമ്മളുടെ ധൈര്യം. ഓക്കെ, പിന്നെ അല്ല അങ്ങോട്ട് നോക്കിക്ക, എന്നെ കുറിച്ചാ പറയുന്നത്, പറയട്ടെ. എന്തായാലും റോസ് ഡൊമിനിക് ആ പേര് തന്നെ അങ്ങ് ബ്രാൻഡ് ആക്കി കളഞ്ഞു. എന്ത് ചെയ്യാനാ? ഷാരൂഖ് ഖാന്റെ വൈഫിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ? ഞാനൊരു സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ടീമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മുംബൈയിൽ, ആമി പട്ടേലിന്റെ അടിയിൽ. അപ്പോൾ ആ ഒരു നോളജും അവിടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ട് ഐ തോട്ട് ഇവിടെ എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറ്റി. ഏതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ജാൻവി കപൂർ, ഖുഷി കപൂർ, പ്രിയങ്ക ചോപ്ര, നിക് ജോണസ്, അങ്ങനെ കുറെ, ആലിയ ഭട്ട്. അത് ആമി പട്ടേൽ എന്ന് പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ആണ് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് സ്റ്റൈലിസ്റ്റ്. അപ്പൊ ഐ വാസ് ഹെർ അസിസ്റ്റന്റ് സ്റ്റൈലിസ്റ്റ്. ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയത് എന്റെ ഭാഗ്യം, ഞാൻ ഇങ്ങനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അവിടെയൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ് എല്ലാവരും. നമ്മളൊക്കെ അത് കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ആ ഒരു അപ്ഡേഷൻ തന്നെ. എന്തൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അവിടെയുള്ള ആ സെയിം സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രെൻഡും ഡിസൈൻസും ഒക്കെ ഓരോ ഡിസൈനേഴ്സിന്റെ കഴിവാണ്. അപ്പൊ അവരെങ്ങനെ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നു, അവിടുന്ന് ഡയറക്റ്റ് നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്യണേലും ഒരു കോൺസെപ്റ്റ് വെച്ച് ഒരു ഡിസൈൻ സ്റ്റൈൽ കൊണ്ടുവന്ന് അതിനെ ഇവിടെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണു, ഇവിടുത്തെ ഇതിനും കൂടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള തരം ഡിസൈൻസ്. ഇപ്പോ നോർത്തിലുള്ള സ്റ്റൈലും സൗത്തിലുള്ള സ്റ്റൈലും കുറെയൊക്കെ ഡിഫറെന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ട്രെൻഡും എല്ലാം കൂടെ, പക്ഷെ ഇവിടെ ഏറ്റവും മൂവബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻസും കസ്റ്റമേഴ്സിനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോ എന്താ പറയാ, നമുക്ക് ചില സ്റ്റൈല് അല്ലെങ്കിൽ ചില ട്രെൻഡ് വരുമ്പോൾ നമുക്ക് ഇവിടെ പലരുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല, ഇവര് ചെയ്താൽ ശരിയാവില്ല. ഇനി ചെയ്താൽ തന്നെ ഒരു ഓൾട്ടർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല വേണ്ടതെന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അത് അതിന്റെ അർത്ഥം ശരിക്കും ആ ട്രെൻഡ് അറിയാവുന്ന ഒരാൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ആ ട്രെൻഡിന്റെ ഒപ്പം വർക്ക് ചെയ്ത ഒരാൾ നമ്മുടെ സ്ഥാപനത്തിലുള്ളത്. എടപ്പള്ളിയിലേക്ക് പോകുന്നു, എല്ലാവരും പൂന്നോളിലേക്ക് പോകുന്നുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പോ എന്താ പറയാ മാം, പഴയ ഒരു രീതിയെല്ലാം മാറി ഇപ്പൊ പുതിയ ജെൻസിയിലേക്കൊക്കെ എത്തുമ്പോൾ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ആ മാറ്റങ്ങളുടെ ഒപ്പം എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? ഇപ്പൊ ഇവരൊക്കെ യങ്സ്റ്റേഴ്സ് വന്നപ്പോഴേക്കും എല്ലാവിധ ട്രെൻഡുകളും ഇവർ അറിഞ്ഞിട്ടാണ്, ഇവർ അത് ടെക്നിക്കലി പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു അറിവായി. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എല്ലാം വരുന്ന ഓരോ കസ്റ്റമേഴ്സിലും ഉണ്ട്, എനിക്ക് എൻ്റെ വെഡിങ്ങിന് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൈം ഡേയിൽ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സാധനമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ധൈര്യപൂർവ്വം തന്നെയാണ് അവർക്കേ അറിവുണ്ട്. ഇപ്പൊ ഒരു ബ്രൈഡ് ആണെങ്കിൽ കൂടെ നമ്മളുടെ ഒരു വെഡിങ് ഗൗൺ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എൻ്റെ കളർ കോഡ് ഇതാണ്, ബ്രൈഡ്സ് മെയ്ഡിന് ഇതാണ് വേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിലേക്കുള്ള ഒരു അറിവായിട്ടാണ് വരുന്നത്. അതിനനുസരിച്ച് നമ്മളുടെ ഒരു ടീം തന്നെ ഉണ്ട്. ഒരു 30 പേരോളം അടങ്ങുന്ന ഒരു ടീം എടപ്പള്ളിയിലുണ്ട്, ഡിസൈനേഴ്സും ആ ഒരു ക്രൂ. അങ്ങനെയാണ് അത് പോകുന്നത്. മാസ്റ്റേഴ്സും എല്ലാം വർഷങ്ങളായിട്ട് കൂടെയുള്ള തയ്യൽക്കാരും കട്ടിംഗ് മാസ്റ്റേഴ്സും ഡിസൈനേഴ്സും നേരത്തെ മുതൽ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെയാണ്. ഓക്കെ, ഈ ഇപ്പൊ വിദേശത്തുള്ള പല ബ്രൈഡലും ഗ്രൂമിനൊക്കെ എന്താ അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വളരെ കുറച്ച് ദിവസത്തേക്കായിരിക്കും നാട്ടിൽ അവരുടെ ഏറ്റവും എന്താ പറയുക ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ കുറച്ച് നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഇതൊക്കെ ചെയ്യായിരുന്നു, ഇങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ട്.
അവിടുന്ന് വരുന്നതിന് മുമ്പ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ഡ്രസ്സുകളെല്ലാം സ്റ്റിച്ച് ചെയ്യിക്കാനും ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ടാവും. അങ്ങനെ ഓപ്ഷൻ നമുക്കുണ്ട്. നമ്മൾ കൂടുതലും NRI കസ്റ്റമേഴ്സിന് എല്ലാം നമ്മൾ ഡിസൈനറും ഞാനും കൂടെ ഒരു വാട്സാപ്പ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് മെഷർമെന്റ്സ് ഒക്കെ ഓൺലൈൻ ആയിട്ട് തന്നെ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. ഡിസൈനിങ് ആയാലും എല്ലാം അവർ കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തിട്ട് അവർ മെഷർമെന്റ്സ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും എടുക്കാനായിട്ട്. എന്നിട്ട് അത് നമ്മൾ ഇവിടെ തന്നെ റെഡി ആക്കിയിട്ട് മോസ്റ്റ്ലി നമ്മൾ ഷിപ്പ് ചെയ്യും. അല്ല ഇഫ് ദേ ആർ ഏബിൾ ടു കം ഹിയർ അങ്ങനെയാണെങ്കിൽ അർജന്റ് ബേസിസിലായാലും എമർജൻസിയിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഒരു എമർജൻസി നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും? വെഡിങ് ഗൗൺ ഒക്കെയാണ്, ഒരു ഹൈ വെഡിങ് ഗൗൺ ഒക്കെ ആണെങ്കിൽ 1 വീക്കിലേക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്ര മാൻ പവർ നമുക്ക് ഉണ്ട്. പക്ഷെ ഒരു എമർജൻസി ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ വിത്തിൻ 24 hours ആയാലും ചെയ്ത് കൊടുക്കാൻ പറ്റും. സാരി ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വിത്തിൻ. ഓക്കെ, നമ്മള് ഇപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാണ് നമ്മളുടെ മെയിൻ ആയിട്ട്. അത് എന്ത് വന്നാലും ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്കമാലിലൊക്കെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഇതുപോലുള്ള ഒരു കോൺസെപ്റ്റിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു ബ്രൈഡ് പുറത്തുനിന്ന് വന്നു, എബ്രോഡായിരുന്നു അവർ വന്നു. അവർ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഡേ ടൈമിലാണ് അവർ വന്നത്. ആ ഡേ ടൈം മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്നാണ് അവരുടെ ഫംഗ്ഷൻ വരുന്നത്. എൻഗേജ്മെന്റ് ആയിരുന്നു. ആ എൻഗേജ്മെന്റിന് ശരി ഹാൻഡ് വർക്ക് ഉണ്ടായിരുന്നു, ഹെവി സാരി നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തു. അത് ലൈവായിട്ട് അന്ന് വന്ന സമയത്താണ് എടുത്തത്. ബ്ലൗസ് എല്ലാം സെറ്റ് ചെയ്ത് രഞ്ജുമാരുടെ അടുത്ത് ഡോറയിലായിരുന്നു, ബ്യൂട്ടീഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞു സാരി ഡ്രൈപ്പ് ചെയ്തു, ബ്ലൗസ് പോരുമെന്ന് പറഞ്ഞു. സാരി പിൻ ചെയ്ത് ഇവിടെ കുത്തേണ്ട സമയമായപ്പോഴേക്കും നമ്മുടെ ബ്ലൗസ് ആയിട്ട് ഡിസൈനേഴ്സ് എത്തി. എല്ലാ വണ്ടിയും പിടിക്കും. അടിപൊളി. നമ്മുടെ ആഫ്റ്റർ സർവീസുകൾ നമ്മളൊരു ബ്രൈഡിന് ഗ്രൂമിന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർക്ക് ആർക്കായാലും നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർ ഇവിടുന്ന് അതെടുത്തിട്ട് വിദേശത്തേക്ക് പോകുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ചെല്ലും. അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അവർക്കത് കുറച്ച് ലൂസ് ആവുക ടൈറ്റ് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു വിടക്കൊന്ന് ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഒരു ആഫ്റ്റർ സർവീസ് അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ട. കസ്റ്റമേഴ്സിന് വേണ്ട ആഫ്റ്റർ സർവീസ് ആണ് കൂടുതൽ. നന്നായി ചെയ്യുന്നുണ്ട് അത്. പിന്നെ നമ്മുടെ അടുത്തുനിന്ന് എടുക്കുന്നതാണെങ്കിൽ കൂടുതൽ കംഫർട്ടായിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഓൾട്രേഷൻ പോസിബിൾ ആണ്. എന്തെടുത്താലും റെഡിമെയ്ഡ്സിലും എല്ലാത്തിലും ഓൾട്രേഷൻ ഉണ്ട്. പിന്നെ നമ്മളുടെ തന്നെ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രീ സൈസിലായിരിക്കും നമ്മൾ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഓൾട്രേഷൻ ആണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെ, അത് കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് എന്തുള്ളൂ. അതെ, ഇവരൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ ഈ നിലയിൽ എത്തിയത്. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോ എത്ര സ്പെൻഡ് ചെയ്തിട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മളിപ്പം ഓരോ ആവശ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. ആ സമയത്ത് ആ ഫിറ്റിങ്സ് ഒക്കെ എല്ലാം എന്നുണ്ടെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ടായാലും നമ്മളത് ചെയ്ത് രാത്രി 10 മണിയായാലും 11 മണിയായാലും 12 മണിയായാലും തീർച്ചയായിട്ടും അവിടെ എത്തിയിരിക്കും. ഒരു ഹോളി കമ്മ്യൂണിയനൊക്കെ സമയത്ത് രാവിലെ 7 o'clockനാണ് മാസ്, ഹോളി മാസ് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ. ആ ഒരു ടൈമില് വെയിലിന്റെ വർക്കില് ചെറിയ പാകപ്പിഴ വന്നുപോയി. രാത്രി 12 മണിക്ക് മാസ്റ്ററെ വിളിപ്പിച്ചു, തയ്യൽക്കാരെ വിളിപ്പിച്ചു. കറക്റ്റ് ആയിട്ട് ആ വെയില് ഹോളി മാസിന് മുമ്പായിട്ട് കുട്ടിയുടെ തലയിൽ വെച്ചു കൊടുത്തു. അതാണ് നമ്മള് പക്കയാണ്. നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മള് കൂടെ ഉണ്ട്, എത്തിയിരിക്കും, കൂടെ തന്നെയുണ്ടെന്നൊക്കെ. അതുപോലെ നമുക്കിപ്പോൾ ഇല്ലേ നമ്മുടെ മെറ്റീരിയൽസ്, നമുക്കിപ്പം മെറ്റീരിയൽസ് ഇപ്പോൾ നല്ല എന്താ പറയുക, നമ്മുടെ ഞാൻ ഏറ്റവും കൂടുതൽ കമൻറ്റിൽ കണ്ടിട്ടുള്ളതാണ് ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്താ പറയുക ധൈര്യമായിട്ട് മേടിച്ചുകൊണ്ട് പോകാൻ ഇങ്ങനെ കമൻറ്റിൽ കുറേ കാണുന്നുണ്ട്. ഈ മെറ്റീരിയൽസൊക്കെ വേറെ ആർക്കും കിട്ടാതെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് എടുത്തുകൊണ്ട് തന്നെ? ആ രഹസ്യം പുറത്താകട്ടെ. അതാണ് ഓക്കെ, കുറച്ച് ഓക്കെ. ഇപ്പം വാരണാസിയിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ യുപിയില് അഡ്രസ് പറയണ്ട, സ്ഥലങ്ങളിൽ നിന്നാണ് കുറച്ച് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത്. അതിലവിടെ എല്ലാം വീവേഴ്സ് ഉണ്ട്. വീവേഴ്സ് അത് മാത്രം ചെയ്യുന്ന വീവേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഓരോ ഡിസൈൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കും. അല്ല അവർ ഓൾറെഡി അത് ചെയ്തിരിക്കുന്ന നമ്മുടെ കോമൺ ഫാബ്രിക്സുകളുണ്ട്. ഇപ്പൊ ചന്തേരി, മൽച്ചന്തേരി, പ്യുവർ ഫാബ്രിക്സ് എല്ലാം വരുന്നത്, ടിഷ്യൂവിൽ വരുന്നത് എല്ലാം ആ ഒരു പ്യുവർ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും വരുന്നത്. അതായത് ഒതന്റിക് ആയിട്ട് ചെയ്യുന്ന വ്യൂവേഴ്സുകളെ, മാസ്റ്റർ വ്യൂവേഴ്സിനെ തന്നെ കണ്ടുപിടിച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്യും. പോയി തന്നെ ഞാനും ഹസ്ബൻഡും പോകും, ഞാനും കുട്ടികള് 3 പേരും കൂടെ. ഞങ്ങളുടെ യാത്രയിൽ എപ്പോഴും പർച്ചേസ് മൂഡ് ഇവരിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. എല്ലാ പർച്ചേസിലും നമ്മളിൽ ഒരാള് എപ്പോഴും ഉണ്ടാകും. എല്ലാം നോ പ്രൊഡക്ഷൻ അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടാവും അല്ലേ? വിടില്ല ഒറ്റയ്ക്ക്, ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടാവും.
കാരണം എല്ലാ പീസിലും ഞങ്ങളുടെ ആരെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് എന്തായാലും ഉണ്ടാവും. ഓക്കെ. സ്റ്റോറിൽ വരുന്ന ഒരു പീസ് പോലും നമ്മൾ കാണാതെ കേറുന്നില്ല. നമ്മള് ക്വാളിറ്റി ഈ ആൻഡ് എവറി പീസ് നമ്മൾ ടച്ച് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതും ഉണ്ട്, അല്ലാതെ പർച്ചേസ് ചെയ്ത് വരുന്നുണ്ട്, എല്ലാം എല്ലാം. ശരിക്കും നമ്മൾ വില്ലേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയുള്ള, അല്ല ഇപ്പോഴും പലരും അറിയപ്പെടാത്ത കുറേ സംഭവങ്ങൾ നമ്മൾ വില്ലേജുകളിൽ കിട്ടും. ഇങ്ങനെ ഈ വാരണാസി കുറേ ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നേരെ പോയി കണ്ടുപിടിച്ചിട്ടുണ്ടോ? അങ്ങനെ പോയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഞാൻ ഈ ഫീൽഡിലോട്ട് വന്ന സമയത്ത് പെട്ടെന്നൊരു വീട്ടമ്മയായിരുന്ന ഞാനാണ് ഈ ഫീൽഡിലോട്ട് വന്നത്. അപ്പോഴിങ്ങനെ ആ ഒരു റൂറൽ ഏരിയയിലാണ് ഇത് കിട്ടുന്നത് എന്നുള്ള ഇത് തേടി പിടിച്ച് പോവുമായിരുന്നു. പിന്നെ എന്ത് പറഞ്ഞാലും കൂടെ ഉള്ള ഹസ്ബൻഡ് ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോയി കൂടെ തന്നെ നോക്കാൻ. അന്നേരമൊക്കെ ടെസറിന്റെ ഒരു ഏരിയയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് തികച്ചും സ്വാഭാവികമായിട്ടാണ്. ഇങ്ങനെ നമ്മളന്ന് അവിടെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഒരു ഏജന്റ് ഉണ്ടായിരുന്നു. ഇയാളുടെ കൂടെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോയ സമയത്ത് കറക്റ്റായിട്ട് എനിക്കപ്പോൾ കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നി. ഞാനൊരു ഷോപ്പ് കണ്ടപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വണ്ടി അവിടെ നിർത്തി. ആ വെള്ളം കുടിക്കാൻ കയറിയ കടയുടെ തൊട്ട് ചേർന്ന ഒരു കടയിൽ നോക്കിയപ്പോൾ ഞാൻ തേടിപ്പോയ ആ ഒരു ടെസർ ഫാബ്രിക് തന്നെയായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ. അതിന്റെ ഒരു ഹബ്ബായിരുന്നു, ഒരു ഗോഡൗൺ സ്പേസ് ആയിരുന്നു. ടെസർ സാരീസിന്റെ ഒക്കെ ഒരു അങ്ങനെ ദൈവം വഴി തുറന്ന് തന്ന ഒരു വഴിയായിരുന്നു. ദൈവവും എല്ലാരും ഭാഗ്യവും എല്ലാരും കൂടെ ഉണ്ടോ നമുക്ക്. അത് അടിപൊളി. അത് തുടക്കം തുടങ്ങി ഞാനൊരു ദൈവവിശ്വാസിയാണ്, അടുത്ത ദൈവവിശ്വാസിയാണെന്ന് പറയാം. ചെറുപ്പം മുതലേ ഗിഫ്റ്റ് ദൈവം തന്ന ഗിഫ്റ്റ് അല്ലേ ഇരിക്കുന്നതൊക്കെ. പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബ്ലസ്ഡ് ആയ ഫാമിലിയും ബ്ലസ്ഡ് ആയിട്ട് എൻ്റെ സ്റ്റാഫ്സും ക്രൂസും എല്ലാം കൂടെയുണ്ട്. എപ്പോഴും കൂടെ നിൽക്കുന്ന എൻ്റെ ആ ഒരു ടീം തന്നെയാണ് എൻ്റെ ബലം. ഓക്കെ, അടിപൊളി. ആ ഒരു ടീം വർക്കാണ് നമ്മുടെ വിജയം എപ്പോഴും. ഏതായാലും നമ്മളെ സ്റ്റാഫ് എന്നല്ല പറയുന്നത്, ഫാമിലി ഫാമിലി ഇവരെല്ലാവരും ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. നമുക്കിങ്ങനെ ഈ കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ട്രെയിൻ ചെയ്തെടുത്തേക്കുന്നത്? ഓർഗാനിക്കലി ഞാനിപ്പം സ്റ്റാഫുകളോട് പറയും, നിങ്ങളുടെ വീട്ടിലാണ് ഇപ്പൊ ഒരു ഗസ്റ്റ് വരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാ അവരോട് പെരുമാറുന്നത്? ഇപ്പൊ നമ്മളുടെ വീട്ടില് നമ്മുടെ അമ്മയുടെ കസിൻസ് വരുമ്പോ, സെക്കൻഡ് കസിൻസ് വരുമ്പോ ഒരു നാട്ടുകാരനാണ് വരുന്നെങ്കിൽ നമ്മളുടെ വീട്ടിലോട്ട് വരുന്നവരെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ആ ഒരു മനോഭാവത്തോടു കൂടെ ചിരിച്ചിട്ട് പ്ലസന്റ് ആയിട്ട് നിന്ന് നമ്മളവരെ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ കടയിലുള്ളത് എടുത്താലും എടുത്തില്ലെങ്കിലും വലിച്ചു വാരിയിട്ട് കാണിക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയാം. എല്ലാം കണ്ട് പിടിച്ച് വേണ്ടെന്ന് പറയുമ്പോ ആ സാരി വിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആ സാരിയുടെ ഉള്ളിലിരിക്കുന്ന ഡിസൈൻസും ചെറിയുടെ തിളക്കും എല്ലാം കൂടെ കാണുമ്പോ നമുക്ക് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ അത് മറക്കത്തില്ല. അവർ പോയാലും അവരുടെ തലയിലുണ്ടാവും ഇങ്ങനെ പറയുന്ന ഒരു ബ്രാൻഡിനെ അങ്ങനെയാണ് എനിക്ക് മൗത്ത് പബ്ലിസിറ്റിയുടെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. ഒരു ടീമിന്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ട് ആകെ 6 months ആയിട്ടുള്ളൂ, കോളേജൊക്കെ കഴിഞ്ഞ് ഇവിടെ ഫുള്ളി ഇറങ്ങിയിട്ട്. അപ്പൊ മമ്മി സ്റ്റാഫുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, മമ്മിയും പപ്പയും സോ ഡൗൺ ടു എർത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുള്ളി ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു റോസിനോട് കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റോസിൻ്റെ വഴിയാണ്, റോസിൻ്റെ ഇവരുടെ ഇതെല്ലാമാണ്. പക്ഷേ എക്സ്പീരിയൻസ് എന്നുള്ള സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അതെന്താണ് മമ്മിയുടെ ഇന്ന് പഠിക്കുന്നൊരു സാധനം? എന്താ? ഞാൻ എന്റെ ചൈൽഡ്ഹുഡ് മൊത്തം തന്നെ കണ്ടുകൊണ്ടിരുന്നത് മമ്മി ഫുൾ ബിസിനസ് മോഡിൽ, മമ്മിയുടെ ടെൻഷൻസ്, നടക്കുന്ന കാര്യങ്ങൾ. സോ അതിനോടുള്ള ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഐ ഓൾവേസ് ഹാഡ് ദിസ് ഇൻ മൈ ഹെഡ് ദാറ്റ് എനിക്ക് മമ്മിനെ സപ്പോർട്ട് ചെയ്യണം, ഇതുപോലെ എന്തെങ്കിലും ചെയ്യണം, ഇനി ഇതിലോട്ട് എന്ത് ഇംപ്രൊവൈസേഷൻസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റാ. അപ്പൊ അതൊക്കെ വരണം കൊണ്ടാണ് ഞാനിപ്പോ. എന്താണ് റോസ് എന്താ കൊണ്ടുവന്നേക്കണേ? അപ്പൊ പോരട്ടെ, മമ്മി പറയണേ, പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ കുറച്ച് ഡിസൈനർ കോൺസെപ്റ്റ്സ് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. നാട്ടില് കൂടുതൽ നമ്മൾ ഇവിടെ അധികം കാണാത്ത രീതിയിലുള്ള കളക്ഷൻസ്. ഇപ്പൊ ഒരു ഡിസൈനേഴ്സ് ലൈക്ക് സബ്യാസാച്ചി, മനീഷ് മൽഹോത്ര, അവരൊക്കെ ഓരോരോ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടാണ് കളക്ഷൻസ് ഇറക്കുക. അപ്പോ അതേപോലെ തന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഷീസ് വർക്കിംഗ് വിത്ത് മീ നൗ. അപ്പോ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടും എക്സ്പീരിയൻസസിൽ കൂടെ ഒക്കെയാണ് നമ്മൾ ഓരോ കോൺസെപ്റ്റ് ഡിസൈൻസിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ ഡിസൈൻസ് ആൾക്കാർ ഇടുമ്പോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, നമ്മുടെ ഒരു സ്റ്റോറി ബിഹൈൻഡ് ഒരു ഗാർമെന്റ്. അപ്പൊ എല്ലാം ഒരു സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ചിക്കോടെയാണ് ഞാൻ എന്റെ ഡിസൈൻസിനെ ഹാൻഡിൽ ചെയ്യാം. നമുക്ക് ചിലവർക്ക് അവർക്ക് സ്വയം അവർ വിലയിരുത്താൻ പറ്റില്ല.
ഇപ്പോൾ എനിക്ക് പറ്റിയ ഏറ്റവും നല്ല ഡ്രസ്സ് ഏതാണ്, സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തവരുണ്ടാവും. അങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവരെ ഫുൾ അടിമുടി നമുക്ക് ഡിസൈൻ ചെയ്ത് മാറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റൈലിസ്റ്റ് ആണല്ലോ. അപ്പൊ സ്റ്റൈലിസ്റ്റിന്റെ ജോബ് ഇത് ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നവരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഐഡിയ കൊടുക്കലാണ് എന്റെ പണി. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇഷ്ടംപോലെ ധൈര്യമായിട്ട് വരാം. ഇത് ആരാ പറയണേന്ന് നോക്കിക്കോ, ഹിസ്റ്ററി കിടപ്പുണ്ട് ഇതിനകത്ത്. അതെ, അതുപോലെ ഇനിയിപ്പോ നമ്മുടെ അടുത്ത് വരുന്നവരായാലും ഇപ്പൊ എന്റെ ഞാനിപ്പോ അതിൽ പാസ് ചെയ്യുന്ന ഞാൻ എപ്പോഴും തന്നെ സ്റ്റോറിലുണ്ടാകും. അപ്പൊ സ്റ്റോറിലുണ്ടാകുമ്പോ തന്നെ എന്നെ കാണുമ്പോഴേക്കും ഇപ്പൊ അതിൽ എന്റെ വീഡിയോ കണ്ടിട്ടിരിക്കുന്നവര് ഒരുപാട് പേരുണ്ടാവും. എന്താ മിനിമം പോകുന്നു, ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചിട്ട് ചെല്ലുമ്പോഴേക്കും അവരിങ്ങനെ ഭയങ്കര ഫാമിലി പോലെയാണ്. അവരിപ്പം നമ്മുടെ സ്റ്റോറിലേക്ക് വരുമ്പോ എന്നും കണ്ടിട്ടിരിക്കുന്ന ഒരാളെ കാണുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ്. അവര് എപ്പോഴും വീഡിയോസിൽ കൂടെ കാണുന്നതല്ലേ. ഏറ്റവും വലിയൊരു റിവാർഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഹാപ്പിനെസ് ആണ്. സ്റ്റോറിൽ വന്ന് കാണുമ്പോൾ അത്രയും വളരെ സന്തോഷമാണ്. ഇപ്പൊ ഞാൻ എടപ്പള്ളിയിലെ സ്റ്റോറിന്റെ ഓപ്പണിംഗ് ഡേയില് ഒരു ചേച്ചിയും കൂടെ തൃശ്ശൂരിൽ നിന്ന് വന്നേക്കാണ് ഓപ്പണിംഗ് ഡേയില്. അപ്പൊ എന്നെ കണ്ട് ചേട്ടൻ പറയുന്ന ഒരു വാക്കാണ്, ഇവള് 30 വർഷത്തോളം ആയി ഞാൻ കല്യാണം കഴിച്ചിട്ട്, ഇപ്പൊ ഇവളുടെ മനസ്സിലെ പൂണോളി സിൽക്സിലേക്ക് വരുമ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇവളുടെ വീട്ടിലോട്ട് പോകുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷമാണ്. അയ്യോടാ, അടിപൊളി. നമുക്ക് ഈ പാരമ്പര്യമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ്, അതായത് പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇപ്പോൾ അവരുടെ ഫാമിലി ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നത്, നമ്മുടെ ഏറ്റവും കൂടുതൽ മൗത്ത് പബ്ലിസിറ്റിയാണ്. പൂണൂലിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കസ്റ്റമേഴ്സ് ഇല്ലേ, നമുക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ അച്ഛൻ മോള് ഇങ്ങനെ വരുന്ന ഇപ്പോൾ 10-12 വർഷമില്ലേ സ്ഥിരമായിട്ട് വരുന്നവർ നമ്മൾ അന്വേഷിച്ച് ഇപ്പോൾ എടപ്പള്ളിയിൽ തുടങ്ങിയപ്പോൾ അതും വിസിറ്റ് ചെയ്യാനൊക്കെ വന്നായിരുന്നു. അത് പറയാൻ ഒരുപാട് കഥകളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2015 നമ്മള് സ്റ്റോർ തുടങ്ങിയപ്പോ അന്ന് വന്നിരുന്ന അന്നത്തെ കസ്റ്റമറെ ഇന്നും നമുക്ക് അതുപോലെ തന്നെ പുതിയ ഡിസൈൻസ് തേടിയിട്ട് അവര് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. ഞാൻ മിക്കവാറും എൻ്റെ വീഡിയോയിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. കാരണം തുടക്ക കാലഘട്ടത്തില് അന്നുള്ള സ്റ്റാഫുകൾ ഇന്നും ഉണ്ട്. സോ അവർക്ക് വീണ്ടും അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഒരു ടച്ച് മൈൻഡിൽ ഇങ്ങനെ നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് പൂണോളിന് ഏറ്റവും വലിയൊരു. മാം, ടെൻഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ? അത്യാവശ്യം ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ 2015 സ്റ്റാർട്ട് ചെയ്തത്, 16-17-18 ആയപ്പോഴായിരുന്നു വെള്ളപ്പൊക്കം വന്നത്. ഭയങ്കര പ്രശ്നം, മൊത്തം തകർത്ത് കളഞ്ഞാണ്. അതിൽ നിന്നൊക്കെ എങ്ങനെയാ തിരിച്ചു വന്നേ? ആ സമയത്ത് നമുക്ക് നല്ലൊരു സ്ട്രഗിൾ ആയിരുന്നു. വെള്ളപ്പൊക്കം വന്ന സമയത്ത് തന്നെ ഒരുപാട് ബ്രൈഡൽ കളക്ഷൻസ് ഒക്കെ നമ്മൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന സമയങ്ങളായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ വർക്കുകളെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങൾക്ക് കീ വീട്ടിലായിരുന്നു. വെള്ളം വന്ന് കയറി കാലടി പാലം ശരിക്കും ആ താന്നിപ്പുഴ ഭാഗമൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. ആ സമയത്ത് താക്കോല് ഷോപ്പിലോട്ട് എത്തിക്കുക എന്നുള്ളതും ഒരു ബ്രൈഡും ഫാമിലിയൊക്കെ വീട് തേടി വീട്ടിലോട്ട് എത്തി വന്നു. പക്ഷെ നമുക്ക് അതെല്ലാം ഓവർകം ചെയ്ത് പിറ്റേന്നോ 2 ദിവസത്തിൽ വെള്ളം ഇറങ്ങിപ്പോയി. നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് വിശ്വസ്തയോട് കൂടിയിട്ട് കറക്റ്റ് ആ ഓൺ ടൈമിൽ അത് എത്തിക്കാൻ കഴിഞ്ഞു. നമ്മൾ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ തന്നെയാണ് അതിന്റെയൊക്കെ മാസ്റ്റേഴ്സും ടൈലേഴ്സും എന്തുകൊണ്ടും നമ്മളെ കൂടെ ഉണ്ട്. ഫാമിലി എന്ന ഒരു രീതിയിലേക്ക് അങ്ങനെ എത്തിക്കാൻ പറ്റുമ്പോഴേക്കും ഉത്തരവാദിത്ത ബോധമുണ്ട്. ടൈലേഴ്സ് ആയാലും അങ്ങനെയാണ്, മാസ്റ്റേഴ്സും അന്നും ഇന്നൊക്കെ കൂടെ നിൽക്കുന്ന കൊടുത്താ അത് നമ്മള് പിന്നെ ധൈര്യമാണ് കസ്റ്റമേഴ്സിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂ കൂടി. ഓക്കെ, ഇവിടെ വന്ന് ഒരു ഡൗട്ടും കൂടി ചെയ്യട്ടെ, വെള്ളം കയറിയ ടൈമിൽ നമ്മുടെ സ്ഥാപനത്തിന് അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു? വീട്ടിലോ? വീട്ടില് ബാധിച്ചായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിന്റെ ഒരു കുറച്ച് സ്ഥലത്ത് കയറിയായിരുന്നു. ഇതിൽ നിന്നൊക്കെ തിരിച്ചു വന്ന ആ ഒരു ശരിക്കും ആ ടൈമൊക്കെ നല്ല ടെൻഷൻ ആയിട്ടുണ്ടാവില്ലേ? ചാലക്കുടിയിൽ അന്ന് ഞങ്ങൾക്ക് സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പം അന്നേരം നമ്മളുടെ ചാലക്കുടി സ്റ്റോറിന്റെ ഫ്രണ്ടിൽ കൂടെ വെള്ളം ഒഴുകി പോയി. അത് കയറിയില്ല, എവിടെയോ ഒരു കൈ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട്. ഇന്റർവ്യൂ കൂടി അത് എനിക്കും കിട്ടട്ടെ കുറച്ചൊക്കെ. ഇത് കാണുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും കിട്ടട്ടെ. പറയാതെ പോയി. അന്ന് എന്റെ കടയുടെ സ്റ്റോർ നോക്കിയിട്ട് ഇരുന്ന ചേട്ടൻ ചാലക്കുടിയിലുള്ള ഒരു ചേട്ടനാണ്. ഈ ചേട്ടൻ വെള്ളത്തിൽ എങ്ങനെയോ നീന്തി വഞ്ചിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് നമ്മുടെ സ്റ്റോറിൽ വെള്ളം കയറി ഒന്ന് നോക്കി, എന്താ പറയണ, കരുണക്കൊന്ത ചെല്ലി നിന്നാണ് ആ സ്റ്റോറ് അതങ്ങനെ നോക്കുമായിരുന്നു, പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. ചാലക്കുടി ഏറ്റവും കൂടുതൽ വെള്ളം കയറി തകർന്ന ഒരു സ്ഥലമാണ്. ചാലക്കുടിയും കാലടിയും എല്ലാം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം
എന്തായാലും കൊള്ളാം, എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നമ്മളിപ്പോ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം കോവിഡ് വന്നില്ലേ? അതെ, ബാക്ക് ടു ബാക്ക്, ഒന്നും വിട്ടിട്ടില്ല. ഒന്നും വിട്ടില്ല. അതിലും ഒരു വർഷത്തോളം സ്റ്റക്കായല്ലേ നമ്മളെല്ലാം. സ്റ്റക്കായെങ്കിലും ഞാൻ ഇതുപോലെ ഒരു മാർച്ച് മാസത്തിലാണല്ലോ നമുക്ക് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെ വന്നേ. ആ ഒരു സമയത്തേക്ക് നമ്മൾ നിറയെ പർച്ചേസ് ചെയ്ത്, വെഡിങ് സീസണാണ് ഈ ഒരു സമയം വരുമ്പോഴേക്കും, വെഡിങ് സീസണാണ്. അപ്പം ഞാനിങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് വന്നു, അപ്പോഴും ചൈനയിലാണെന്നാണ് നമ്മൾ അറിയുന്നത്. ഇങ്ങോട്ടേക്ക് എത്തില്ല. അതെ, അപ്പോഴൊക്കെ പർച്ചേസ് മൂഡിലായിരുന്നു. ഇത് പർച്ചേസ് ചെയ്ത് നാട്ടിലിങ്ങ് വന്നു, ഗോഡൗൺ നിറയെ സാധനം വന്നു, ഫുൾ ലോക്ക്ഡൗൺ ആയി. ആ ഒരു സമയത്ത് ഭയങ്കര ഒരു എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു രൂപമില്ലാതെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് അതിനെ മറികടക്കാൻ നമ്മൾ തന്നെ ചെയ്ത, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയിൽ നമ്മളങ്ങ് ചെയ്തതാണ് ഓൺലൈൻ. അതങ്ങ് 100% സക്സസ്. അവിടെ നിന്നാണ് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത്? യെസ്, ഓൺലൈൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. കോവിഡ് ശരിക്കും പൂണോളിനെ സംബന്ധിച്ചിട്ട്, പൂണോളിൽ സിൽക്സിനെ സംബന്ധിച്ചിട്ട് ഒരു മാറ്റത്തിന്റെ കാലഘട്ടം തന്നെയായിരുന്നു. അത്രയും കാലം നമുക്ക് മൗത്ത് പബ്ലിസിറ്റിന്ന് നമ്മളെ തേടി എത്തുന്ന കസ്റ്റമേഴ്സ് ആയിരുന്നു അങ്കമാലിൽ നമുക്കുണ്ടായിരുന്നത്. അതിനുശേഷം ലോകം മുഴുവൻ അത് അറിയാൻ തുടങ്ങി ഓൺലൈനിൽ. ആ ഒരു സമയത്ത് ശരിക്കും നല്ല കസ്റ്റമർ കിട്ടി. അപ്പം ഞാൻ തനിയെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, അപ്പം കാലടി സ്റ്റേഷനിൽ പോലീസ് പിടിച്ചു നിർത്തും. അപ്പോൾ അന്നേരം ചോദിക്കും എവിടെ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറയും AC ഇട്ട് വയ്ക്കാനായിട്ട് സിൽക്ക് സാരിക്ക് കുറച്ച് കംപ്ലൈൻറ്റ് വരാതെ AC ഇട്ട് വയ്ക്കാനായിട്ടാണ് പോകുന്നതെന്ന് പറയും. എന്നിട്ട് കുറച്ച് ഓൺലൈൻ ചെയ്യും. ഓൺലൈൻ ചെയ്യുന്ന എന്നെ കറക്റ്റ് റോഡിൽ പിടിച്ചു നിർത്തി സ്റ്റേഷനിൽ. അപ്പൊ ഞാനും എൻ്റെ സ്റ്റാഫും കൂടെയാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ഇന്നോവയിൽ ഞാനും സ്റ്റാഫും തന്നെയാണ് പോയിട്ടിരുന്നത്. കൂടെയുള്ള ഒരു നമ്മുടെ ഫാമിലി തന്നെയാണ്. അപ്പം അയാളും ഞാനും കൂടെ പോയിട്ട് അങ്ങനെ വീഡിയോ സെറ്റ് ചെയ്തു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹിന്ദിക്കാരനാണ് ക്യാമറ എടുത്തുകൊണ്ടിരുന്നത്. അടിപൊളി. പോലീസിനെ കൂടി സോപ്പിട്ടേക്കാം. അവര് സമ്മതിച്ചുകൊണ്ട് ഓൺലൈൻ ബിസിനസ്. അല്ല, അന്നേരം സ്റ്റേഷനിലുള്ള സാറ് ചോദിച്ചു, പിന്നെ മുതലാളി തന്നെ അങ്ങോട്ട് പോയി വെച്ച് ക്ലീൻ ചെയ്യാൻ പോകാലേന്ന്. സാർ ഞാൻ ശല്യമില്ലാതെ ഞാൻ പോയിട്ട് എങ്ങനെയായാലും ഒന്ന്. ഓക്കെ, എന്തായാലും അടിപൊളി കേട്ടോ. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മുടെ ഇതിൽ പക്ഷെ അല്ല, അന്ന് ഉണ്ടായിരുന്ന സാറിന് പോലീസിൽ SIയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് നമ്മളെ മനസ്സിലായി. മാമിനെ ഞാൻ അറിയുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി വേഗം സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ മനസ്സിലായില്ലേ സോഷ്യൽ മീഡിയയുടെ പവർ എന്താന്ന്? ഈ സോഷ്യൽ മീഡിയ ആരാ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത്? പുതിയ നമ്മുടെ നമുക്ക് അതിനായിട്ട് ഒരു ടീമുണ്ട്, സോഷ്യൽ മീഡിയ ടീമുണ്ട്. നമ്മുടെ ഡിസൈൻസ് ഒക്കെ നമുക്കെല്ലാം സോഷ്യൽ മീഡിയ കൂടി നമ്മുടെ വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പൂനൂരിലുള്ളതെല്ലാം നമുക്ക് കാണാം. അതെല്ലാം തന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്യും. നമ്മുടെ കുറെയൊക്കെ കസ്റ്റമേഴ്സും സെയിൽസും എല്ലാം മോസ്റ്റ്ലി ഓൺലൈൻ ത്രൂ ആണ്. അപ്പൊ അതിൽ നമ്മൾ എന്തായാലും ഫോക്കസ് ചെയ്യേണ്ടത്, ഓരോ എന്ത് പുതിയ പ്രൊഡക്റ്റ് വന്നാലും വി മേക്ക് ഷുവർ അത് ഓൺലൈൻ എല്ലാവരിലോട്ട് എത്തുന്നുണ്ട്. ഞാനായാലും നിർമ്മല ആയാലും മമ്മി ആയാലും വി ആർ ഓൾ ഡെയിലി ആയിട്ട് വീഡിയോ ഇടും. എല്ലാത്തിന്റെയും പുറകിലായിരിക്കും. അക്കൗണ്ട്സ് എല്ലാം നോക്കുന്ന ബെഹാൻ ഒരു പുള്ളിയുടെ കയ്യൊപ്പുണ്ട്. ഓക്കെ, അടിപൊളി. ഇനി എന്താ നമ്മുടെ ഫ്യൂച്ചർ പ്രോഗ്രാം? എന്താണ് ഫ്യൂച്ചർ? അങ്ങനെ ഇപ്പൊ ഒരു വലിയ കാലെടുത്ത് പോയപ്പോഴാണ് എടപ്പള്ളിയിൽ ചെയ്തിരിക്കുന്നത്. അതൊന്ന് സക്സസ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പം ആദ്യത്തെ ആ ഒരു 6 months അല്ലെങ്കിൽ ഒരു 8 months, ഒരു 1 year നമുക്കൊരു സ്ട്രഗിൾ ഉണ്ടാകും. അത് മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത്. ഓൾറെഡി നമ്മൾ 10 year ആയിട്ടും ഒരു 12 വർഷത്തെ എക്സ്പീരിയൻസ് അങ്കമാലി എന്നുള്ളതും കൊണ്ട് ആ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ബട്ട് അത് എറണാകുളം പോലുള്ള ഒരു സിറ്റിയിൽ നമുക്ക് ബിസിനസ്സിനെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അതിനെ തന്നെ വേറെ ഉറപ്പിച്ച് അങ്ങനെ അങ്ങ് നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആരാണ് ആ സ്ഥലം തെരഞ്ഞെടുത്തത്? സ്ഥലം തെരഞ്ഞെടുത്തത് ശരിക്കും ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടലായിരുന്നു. എനിക്കത് പറയാതെ വയ്യ. അപ്പം ഞങ്ങളിങ്ങനെ മൂത്തമോൻ നിർമ്മൽ പറയുമായിരുന്നു, മമ്മി ഒരു സ്റ്റോറും കൂടെ നമുക്ക് വേണം, അത് കൊച്ചിയിലെടുക്കാമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ശരി, MG റോഡ് നോക്കിയ സമയത്തൊക്കെ ഒരുപാട് ബ്രാൻഡുകൾ അവിടെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് MG റോഡ് ഇങ്ങനെ കുറച്ച് ഞാൻ ചിന്തിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എന്തിനാ നീ MG റോഡ് നോക്കുന്നേ? എടപ്പള്ളി പള്ളിയുടെ തൊട്ട് ചേർന്നിട്ട് എടപ്പള്ളി ഭാഗത്ത് നോക്കുന്നത്? എനിക്കിങ്ങനെ രാത്രിയിൽ ഒരു ചിന്ത തോന്നി. ആ സമയത്ത് അങ്ങനെ ഇരുന്നപ്പോൾ
നമ്മളുടെ ഒക്ടോബർ മാസത്തിൽ ഒരു റോസറി നടക്കുന്ന സമയത്താണ്. ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്ന സമയത്ത് ഹസ്ബൻഡ് ഡൊമിനിക്കിൻ്റെ ഒരു ഫ്രണ്ട് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അന്നേരം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു ഒരു സ്ഥലം വേണം. അപ്പം ഈ ആളിങ്ങനെ പറയുമായിരുന്നു, കൂടെ ഉണ്ടായിരുന്ന നിയാസ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ പറയുമായിരുന്നു, ചേച്ചി എടപ്പള്ളിയിൽ പള്ളിയുടെ ചേർന്നിട്ട് നല്ലൊരു കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, നമുക്കതൊന്ന് നോക്കിയാലോ, ചേച്ചി എന്നാൽ ഫ്രീ ആണെങ്കിൽ നാളെ തന്നെ വരുമെന്ന് പറഞ്ഞു. സ്ഥലം കണ്ടു. പിറ്റേന്ന് തന്നെ രാവിലെ ഞാനും മോനും എല്ലാവരും കൂടെ വന്ന് സ്ഥലം കണ്ടു. അപ്പം തന്നെ അഡ്വാൻസ് കൊടുത്തു, സെറ്റാക്കി. ഇല്ല, ഏറ്റവും വലിയ പ്രത്യേകം എന്താ അറിയോ, കേരളത്തിലോ ഇന്ത്യയിലോ വളരെ അപൂർവമാണ് 3 നാഷണൽ ഹൈവേ ഒന്ന് കൂടി ചേരുന്ന ഒരേ ഒരു ജംഗ്ഷൻ, എടപ്പള്ളി ജംഗ്ഷൻ, ലുലു മാളിന്റെ തൊട്ട് സൈഡിൽ തന്നെ. അതുകൊണ്ട് ഏത് ജില്ലയിൽ നിന്നും എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ, കറക്റ്റ് സ്ഥലം തന്നെ. നമുക്ക് ഞങ്ങള് കുടുംബത്തില് എന്ത് ഉണ്ടെങ്കിലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരു മെസ്സേജ് എടുത്തിട്ടാണ് എന്തും ചെയ്യാറ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ദൈവത്തിന്റെ എന്ത് വന്നാലും അത് നന്മയ്ക്കായിട്ടാണ് ദൈവം ചെയ്യുന്നത്. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകും, പല രീതിയിലും തിരിച്ചടികൾ ഉണ്ടാകും. എല്ലാം അതൊരു നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഹാർഡ് വർക്കിംഗ് ആണ്, അത് ചെയ്ത് അങ്ങനെ സെറ്റാക്കി എടുക്കും. ശരിക്കും ഇതൊരു പൂനോളിൽ ആ ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ് അല്ല, ശരിക്കും ഇതൊരു എല്ലാവരുമായിട്ടൊരു സേവനം പോലെ തന്നെ ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. കാരണം ഇത്രയും നല്ല മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് നിങ്ങൾ അത്രയും കഷ്ടപ്പെടേണ്ട ഒരു ടീമിന്റെ പുറകിൽ അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പലരും ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ ആളുകൾ ആരെങ്കിലും ഒന്ന് ഇന്റർവ്യൂ ചെയ്യുമെന്ന് വെച്ച് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കുറേ റിവ്യൂസ് ഇങ്ങനെ കണ്ടു. അതിൽ എഴുതിയേക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് നിങ്ങളിവിടെ പിടിച്ചോടുന്ന് ഇരുത്തിയേക്കുന്നത്. എന്തായാലും വളരെ നല്ല രീതിയിലാണ് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് നമ്മൾ ഓരോ കാഴ്ചയോടും. ഇപ്പോൾ 12 വർഷം മുമ്പ് 2500 സ്ക്വയർ ഫീറ്റിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ വിശ്വാസം എല്ലാം നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറകൾ ഇതാ ശക്തമായി കൂടിയിരിക്കുകയാണ്. നിങ്ങളുടെ സേവനം ഇന്ത്യയല്ല, മലയാളികളല്ല, ഇത് എവിടെയൊക്കെ ലോകത്തിന് എല്ലാം അവിടത്തേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്.